ഹലോ ഗായ്സ്, നമസ്കാരം. സന്തോഷാണ്. എന്തുണ്ട് വിശേഷം? ഇന്ന് ഒരു ഗ്രാമീണ റോഡിലൂടെയാണ് എൻ്റെ യാത്ര. പ്രധാന റോഡിൽ നിന്ന് വിട്ട് ഒരു പോക്കറ്റ് റോഡിലൂടെയാണ് യാത്ര. റോഡിന് വളരെ സൈഡ് കുറവാണ്. വേറൊരു വണ്ടി വന്നപ്പോൾ നമ്മൾ കാട്ടിലേക്ക് കയറ്റേണ്ടി വന്നു. വീണ്ടും നമ്മൾ റോഡിലേക്ക് ഇറക്കി. കുത്തനെയുള്ള ഇറക്കമാണ്. കവുങ്ങുകളും വാഴത്തോട്ടങ്ങളും ഒക്കെ കാണാം. പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ്. ചോമ്പാല മീൻ നിർത്തിയേക്കുന്നത് കാണാം. ഈ റോഡുകളിൽ അധികം വാഹനങ്ങൾ വരാറില്ല ഗൈസ്. റോഡിൻ്റെ സൈഡിൽ മീൻ വണ്ടി കാത്തു നിൽക്കുന്ന ചേച്ചിമാരെ കാണാം. സാധാരണ റോഡുകളെ പോലെ വ്യത്യസ്തമായ റോഡിൽ ചെറിയ ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസമുള്ളതിനാൽ വാഹനത്തിന് കുരുക്കം ജാസ്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷത്തിനകം ഒരു ഗ്രാമീണ റോഡിൽ നിന്ന് മാറി കുറച്ചും കൂടെ വീതി കൂടിയ വേറൊരു റോഡിലേക്ക് കിടക്കും. കണ്ണൂർ ജില്ലയിലാണ് ഗൈസ് ഈ റോഡ്. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലേക്കുള്ള റോഡാണ്. നമ്മൾ കണ്ണൂർ ജില്ലയിലെ മാനന്തവാടി റോഡിൽ നിന്ന് നേരെ കേളകം ഭാഗത്തേക്കാണ് ഇന്നെൻ്റെ യാത്ര. അപ്പോൾ നാം മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു JCB അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദോസ്ത് വന്നപ്പോൾ ഞാൻ വേറെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് കയറ്റി പതിയെ മുന്നോട്ട് നീങ്ങി കേട്ടോ. ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ വളരെ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള റോഡായിരുന്നു. ഇവിടെ ഒരു ഗട്ടർ വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കുമ്പോൾ ആ ഗട്ടർ ക്ലിയർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു JCB നിർത്തിയിട്ടുണ്ട്. അപ്പോൾ JCB അതെല്ലാം ഇളക്കി ഒതുക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനൊന്നും നിന്നില്ല. നമ്മൾ നേരെ മുന്നോട്ട് കയറി. നമ്മളുടെ വരുത്ത് കണ്ടിട്ട് എന്താണോ എന്നറിയില്ല, ബൈക്കുകാരൻ പെട്ടെന്ന് ഒതുക്കി തന്നു. അപ്പോൾ നമ്മൾ ഇതും കഴിഞ്ഞ് പ്രധാന റോഡിലേക്ക് കയറി. റൈറ്റിലേക്കാണ് നമുക്ക് തിരിയേണ്ടത്. വാഹനങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വരാനുള്ള ചാൻസ് കൂടുതലുള്ള റോഡാണ്. അപ്പോൾ ഇതൊരു പാലമാണ്. പാലത്തിൽ ഒരു വാഹനേ കടന്നു പോവുകയുള്ളൂ. നമ്മൾ ഒതുക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ മുന്നോട്ട് നീങ്ങി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ വീണ്ടും ഒരു പോക്കറ്റ് റോഡാണ്. പോക്കറ്റ് റോഡിന് നല്ല വീതിയുള്ള റോഡാണ്. ഈ റോഡിലേക്ക് പ്രവേശിച്ചു. ഇവിടുന്ന് വീണ്ടും വേറൊരു റോഡിലേക്ക് പ്രവേശിച്ചാലേ നമുക്ക് പ്രധാന റോഡിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവരോടും ബൈ ബൈ.